നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ബി.ജെ.പിയെ താഴെയിറക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട ഇന്ത്യ സഖ്യം ഇനി എത്ര നാൾ മുന്നോട്ട്? മോദിയെ താഴെയിറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ.ഡി.എയെ വിറപ്പിച്ച് കീഴടങ്ങിയ സഖ്യം പാർലമെന്റിനകത്തും പുറത്തും ഒരേ മനസ്സോടെയല്ല ഇപ്പോൾ. കോൺഗ്രസിനോടുള്ള എതിർപ്പ് പ്രമുഖ പാർട്ടികൾക്ക്, മറ്റു പാർട്ടികൾക്ക് പരിഗണന കൊടുക്കാതെ കോൺഗ്രസ്. ഇന്ത്യ മുന്നണിയെ നയിക്കാമെന്ന് മമതയെ പിന്തുണച്ച് ശരത് പവാർ, ഉദ്ധവ് താക്കറെ, ലാലു പ്രസാദ് യാദവ്, അഖിലേഷ് യാദവ്. ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി. ഉദ്ധവ് ശിവസേനയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെ അഖിലേഷ് യാദവ്. കോൺഗ്രസിനെതിരെ കത്തെഴുതി CPI. കോൺഗ്രസിനെ പിന്തുണച്ച് DMK. ബി.ജെ.പിയും കൂട്ടരും അധിക്ഷേപിച്ച പോലെ ഇന്ത്യ മുന്നണിയാവുകയാണോ മോദിയെ താഴെയിറക്കാൻ രൂപം കൊണ്ട സഖ്യം? ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാതെ സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കുന്ന ബി.ജെ.പിക്ക് വെല്ലുവിളിയാകുമെന്ന് കരുതിയിടത്ത് തമ്മിൽ തല്ലി പിരിയുകയാണോ രാജ്യത്തെ പ്രതിപക്ഷ മുന്നണി? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, ബി.ജെ.പി നേതാവ് ശ്രീ ജിജി ജോസഫ്, കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതൊരു തമ്മിൽ തല്ലി പിരിയുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോൾ? ശ്രീ മഞ്ജുഷ്, സ്വാഭാവികമായ ഒരു അലയൻസാണ് എങ്കിൽ ഒരിക്കലും തല്ലിപ്പിരിയാനുള്ള ഒരവസരമില്ല. ഇത് ഒരു പ്രത്യേക ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി മാത്രമായി ഉണ്ടാക്കിയെടുത്ത ഒരു ടാക്ടിക്കൽ അലയൻസ്, അധികാരം പങ്കിടുക എന്ന ഒറ്റ പ്രോഗ്രാം, അല്ലാതെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമോ നാച്ചുറൽ അലയൻസോ ഒന്നും തന്നെയല്ല. അത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ ടർഫിൽ തന്നെയാണ് മറ്റ് റീജിയണൽ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ ഇൻട്രസ്റ്റും അതത് തങ്ങളുടെ റീജിയണൽ പാർട്ട്ണറുടെ ഇൻട്രസ്റ്റും ഡൈവേർജൻറ്റ് രീതിയിലേക്ക് പോകുന്നു. ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു ബാസ്റ്റ്യനായിരുന്നു. റായ്ബറേലി, അമേധി മാത്രമായിട്ട് ചുരുങ്ങുകയാണ് കോൺഗ്രസിൻ്റെ സ്വാധീന മേഖല, അല്ലെ സുൽത്താൻപൂർ മേഖല കൂടി. എന്നാൽ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ ചിറകിൻ കീഴിൽ ഒളിക്കേണ്ട ഒരവസ്ഥയിലാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മെഗലോ മാനിയ എക്കാലത്തുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സഖ്യകക്ഷികളുമായി വേണ്ട വിട്ടുവീഴ്ച, വിലപേശലിനോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നീങ്ങിയത്. പക്ഷേ തങ്ങളുടെ ടർഫ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും പരസ്പരം അവരവരുടെ പോച്ചിങ് ഗ്രൗണ്ടിലേക്ക്, അവരവരുടെ ഫീൽഡത്തിലേക്ക് കടന്നിറങ്ങേണ്ടി വരുന്നു. ഇതെല്ലാ സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നു. അത് തന്ത്രപരമായ ഒരു കൂട്ടുകെട്ട് എന്ന രീതിയിൽ തന്നെ ആ സമയത്തും, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അങ്ങനെ തന്നെയായിരുന്നുവല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. മോദിയെ താഴെ ഇറക്കുക, ബി.ജെ.പിയെ തോൽപ്പിക്കുക എന്ന ഒരൊറ്റ അജണ്ടയായിരുന്നു, ബി.ജെ.പി വിരുദ്ധതയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയം ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതാത് പാർട്ടികൾക്ക് മേൽക്കോയ്മയുള്ള ടർഫുകളിൽ അവർ അവരുടേതായ കളി തന്നെ പുറത്തെടുക്കും, അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് കാര്യങ്ങൾ സംഭവിക്കുകയാണല്ലോ. പാർലമെന്റിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല ബി.ജെ.പിക്ക്. സഖ്യകക്ഷികളുടെ സഹായത്തോടെ NDA സഖ്യമായിട്ടാണ് ഭരിക്കുന്നത്. അവിടെ പരമാവധി പ്രതിരോധമുണ്ടാക്കുന്നതിന് വേണ്ടി കഴിയുമായിരുന്നുവല്ലോ ഇന്ത്യ സഖ്യത്തിന്. അതെന്തുകൊണ്ട് ഉണ്ടാകാതെ പോകുന്നു? ഇപ്പോൾ ശരിയാണ്, ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള നീക്കത്തിൽ ഒരുമിച്ച് തന്നെ ഇന്ത്യ സഖ്യം നിൽക്കുന്നുണ്ട്. പക്ഷേ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അങ്ങനെയല്ലല്ലോ. ഒരു പൊതുചിത്രം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂപപ്പെട്ടത് തന്നെ ഈ പാർലമെന്റിലെ അവരുടെ നിലപാടിനെ ചൊല്ലി തന്നെയാണ്, അല്ലേ? ഇവിടെ ഇതിൻ്റെ ഇരിപ്പ് വശമെന്ന് പറയാം. അതായത് സംസ്ഥാനങ്ങളിലെ ഇരിപ്പ് വശവും കേന്ദ്രത്തിലെ ഇരിപ്പ് വശവും രണ്ടാകാൻ തക്ക ഒരു വലിപ്പവും മെച്യൂരിറ്റിയും ഇന്ത്യ അലയൻസിന് ഉണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പടലപിണക്കങ്ങൾ വേണ്ട രീതിയിൽ സഖ്യകക്ഷികളെ തെരഞ്ഞെടുപ്പിന് പരിഗണിച്ചില്ല. പ്രത്യേകിച്ച് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അതിന് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായില്ല. പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് അത്ഭുതകരമായ രീതിയിൽ അവർ ഒരുമിച്ച് വരുന്നു. സാമാന്യം തരക്കേടില്ലാത്ത നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. രണ്ട് പ്രധാന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, അവിടെ നിന്നാണ് 80 സീറ്റ്, ഉത്തർപ്രദേശിലും 48 സീറ്റ്, മഹാരാഷ്ട്രയിലും കടന്നു വരുന്ന പ്രധാന സംസ്ഥാനങ്ങളിൽ ഈ സംഭവം ക്ലിക്കായി. ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി ഈ സമീപകാലത്തെ
ഏറ്റവും ദൃഢമായ നിലയിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് എത്രയും വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് വീണ്ടും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിൽ ഏതാണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. അത് ആം ആദ്മി പാർട്ടിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന കാഴ്ച മഹാരാഷ്ട്രയിൽ കണ്ടു. അങ്ങനെയെങ്കിൽ തങ്ങളുടേതായ ഫീഫ്ഡം DMK ഈസ് ഫിയർസ്ലി ഡിഫെൻഡിങ് ദെയർ ഫീഫ്ഡം ഇൻ തമിഴ്നാടു. അതുപോലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഈസ് ഡൂയിങ് എ സ്പെക്ടാക്കുലർ ജോബ് ഇൻ വെസ്റ്റ് ബംഗാൾ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതിൽ ഈ സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണെങ്കിൽ കൂടി പാർലമെന്റിൽ എന്തുകൊണ്ട് യോജിച്ചുള്ള ഒരു പ്രതിഷേധത്തിന് കഴിയുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് പാർലമെന്റിൽ വന്നപ്പോഴേക്കും ഈ കോൺഗ്രസിൻ്റെ അവരുടെ ഒരു രീതി മാറുകയാണോ ഉണ്ടായത്. ഇപ്പോൾ ഒറ്റ ബ്ലോക്കായിട്ട് ഇരിക്കുവാൻ പോലും കഴിയുന്നില്ല ഇന്ത്യ മുന്നണിക്ക്. അതിന് സഖ്യ പാർട്ടികൾ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. ആ രീതിയിൽ ഉള്ള ഒരു ഇൻറ്റിമേഷൻ സ്പീക്കർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് കഴിഞ്ഞില്ല കോൺഗ്രസിന്. അത് മനഃപൂർവ്വമായിരുന്നു കോൺഗ്രസ് ആ രീതിയിൽ പ്രവർത്തിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ ലോക്സഭയിൽ ഒറ്റ ബ്ലോക്കായിട്ട് ഇരിക്കുവാൻ സാധിക്കുമായിരുന്നു ഇന്ത്യ സഖ്യത്തിന്. പക്ഷേ കോൺഗ്രസ് അത് മുൻനിരയിൽ തന്നെ ഇരിപ്പിടം കിട്ടുന്നതിനും ഇല്ലേ, കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ചിരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു എന്നുള്ളതാണ് സഖ്യ പാർട്ടികളുടെ ഒരു എതിർപ്പ് അവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും ഇവിടെയാണ് ഫ്ലോർ മാനേജ്മെന്റ് എന്നാണ് ഇതിന് പറയുക. സാങ്കേതികമായി പറഞ്ഞാൽ ഫ്ലോർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നണി സംവിധാനത്തിലെ സമാന മനസ്കരായ ഘടകകക്ഷികൾ ഒരുമിച്ച് കൂടി തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ആ തീരുമാനങ്ങൾ നടപ്പാക്കേണ്ട വേദിയാണ് പാർലമെന്റിന്റെ ഫ്ലോർ. ഈ മാനേജ്മെന്റ് നടക്കുന്നത് ലോബികളിലാണ്. അതിനുശേഷം അവർ സ്പീക്കറെ കണ്ട് ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കണം. അത് മാത്രമല്ല പാർലമെൻ്ററി കാര്യ സമിതിയിൽ ആർക്കെല്ലാമാണ് എത്രയെല്ലാമാണ് അവസരങ്ങൾ ലഭിക്കേണ്ടത്, സംസാരിക്കാനുള്ള അവസരം ആർക്കാണ്, എത്ര മിനിറ്റ് വെച്ചാണ് എന്നതേക്കുറിച്ച് ഒരു ധാരണയുണ്ടാകണം. സാധാരണഗതിയിൽ കക്ഷികളുടെ അംഗസംഖ്യയ്ക്ക് അനുരൂപമായ ഒരു ശതമാനക്കണക്കിലുള്ള സമയമാണ് ഓരോ കക്ഷികൾക്കും അനുവദിക്കുന്നത്. ആ കക്ഷിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ 100 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് ആകെ അംഗസംഖ്യയുടെ എത്ര ശതമാനമാണോ 100 എന്ന് പറയുന്നത് അതൊരു 5-1 വരും. ആ 5-1 സമയം കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അത് ആർക്കെങ്കിലും ഒരാൾക്ക്, ശശി തരൂർ എന്ന ആൾക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ ഒരാൾക്കായിട്ട് ആ സമയം മുഴുവൻ കൊടുക്കണോ, കോൺഗ്രസിലെ തന്നെ 5 പേർക്കായിട്ട് കൊടുക്കണോ, അതോ ചെറിയ ഘടകകക്ഷികൾക്ക് ബ്ലോക്കായിട്ട് ഇരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് അതും ഒരു പരാജയമായിട്ട് തന്നെ കാണേണ്ടതാണ്. പക്ഷെ താങ്കൾ കുറ്റപ്പെടുത്തുന്ന ഇക്കാര്യത്തിലൊക്കെ, അതായത് പൊതുവായ ചിത്രം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഭിന്നതയിൽ തർക്കത്തിൽ താങ്കൾ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണോ അതോ സഖ്യകക്ഷികളെയാണോ? ഇത് രണ്ടും ഈ ആശാരിയുടെ പണിക്കുറവും താടിയുടെ വളവും ഇതിനകത്ത് ഒരുപോലെ അന്തർലീനമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തണം. മുൻകാലങ്ങളിലെ ഇന്ദിരാഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയോ രാജീവ് ഗാന്ധിയുടെയോ കാലത്തെ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ഈസ് എ പെയിൽ ഷാഡോ ഓഫ് ഇറ്റ്സ് ഇലസ്ട്രിയസ് പാസ്റ്റ്. ഇത് സ്വയം മനസ്സിലാക്കണം. അത് മാത്രമല്ല സഖ്യകക്ഷികൾക്ക് വേണ്ട ആദരം കൊടുക്കണം. പാർലമെൻറ്റിനുള്ളിൽ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് വിസിബിലിറ്റി, സ്പേസ് ആൻഡ് ടൈം. പാർലമെൻറ്റിനുള്ളിൽ ഈ വിസിബിലിറ്റി അവരവരുടെ സംസ്ഥാനത്തെ നേട്ടമായി വരും. ആ വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് മുൻനിര പ്രതിപക്ഷ ബെഞ്ചുകൾ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കൾ കൈയടക്കുമ്പോൾ ഈ വെറുതെ മമതാ ബാനർജി നിയോഗിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളും അഖിലേഷ് യാദവ് നിയോഗിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ ആളുകളും NCP ശരത് പവാറിൻ്റെ ആളുകളും എല്ലാം ലാലുവിൻ്റെ ആൾക്കാരും എല്ലാം രണ്ടാം നിരയിലേക്ക് ഒതുക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ അപ്രമാദിത്വം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അനിൽ ബോസ്, കോൺഗ്രസിന്റെ ഈ രീതിയിലുള്ള പെരുമാറ്റം അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഒരു അപ്രമാദിത്വം കാണിക്കുന്നു എന്നുള്ളത് ഈ സമീപകാല സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഒരു ഭിന്നത എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അത് തല്ലിപ്പിരിയുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അത് അത്ര നിസ്സാരമായ ഒന്നല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ അനിൽ ബോസ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചർച്ച ചെയ്തതും പറഞ്ഞതുമൊക്കെ എന്താണെന്ന് മഞ്ജുഷ് ഓർക്കുന്നുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഓർക്കുന്നുണ്ടോ? ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന ഒരു രൂപീകൃത സംവിധാനം ഉണ്ടാകില്ല. മമത രാഹുൽ ഗാന്ധി അംഗീകരിക്കില്ല. മറ്റ് കക്ഷികൾക്കൊന്നും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്തൊക്കെ കോലാഹലങ്ങൾ! എന്തായിരുന്നു സ്ഥിതി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ?
തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ ഇന്ത്യ സഖ്യം വളരെ കൃത്യമായ നിലപാടുകളുമായി നിന്നു, വലിയ പോരാട്ടം സംഘടിപ്പിച്ചു. ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ 241 പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. 31 പേരോടുണ്ടെങ്കിൽ ഗവൺമെൻറ് മാറും. മഞ്ജുഷ കൃത്യമായി കണക്കൊന്ന് പരിശോധിക്കുക. പിന്നെ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളുടെ സമ്മിശ്ര രൂപമാണ് ഇന്ത്യ സഖ്യം. കേരളത്തിൽ ഞങ്ങൾ CPM-മായി നേർക്കുനേർ മത്സരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടി ഞങ്ങൾ നേർക്കുനേർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചതാണ് പഞ്ചാബിൽ, ഇല്ലേ? പഞ്ചാബിലെ 13 സീറ്റിലും ഞങ്ങൾ നേർക്കുനേർ മത്സരിച്ച് ജയിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിനർത്ഥം ഞങ്ങൾ യോജിക്കാതിരുന്നോ? യോജിക്കേണ്ട മേഖലകളിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നേ. വ്യത്യസ്തമായ പാർട്ടികളും പ്രത്യയശാസ്ത്രങ്ങളും ആകുമ്പോൾ വ്യത്യസ്ത നിലപാടുകളുണ്ടാവും. പ്രത്യേകിച്ച് അദാനി വിഷയം രാജ്യം ആകുലതയോടുകൂടി നാക്കി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ലോകത്തിൻ്റെ മുൻപിൽ ന്യൂയോർക്ക് കോടതി അടക്കം ഏറ്റവും വലിയ കൊള്ള നടത്തുന്നു എന്ന് കണ്ടെത്തി കേസെടുത്തിരിക്കുന്ന അഡാനിക്കെതിരെ പാർലമെൻറ്റിൽ ഭയമില്ലാതെ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ രാഹുൽ ഗാന്ധി കരുത്ത് കാണിക്കുമ്പോൾ ചില നേതാക്കൾക്ക് പരിമിതികളുണ്ടാവും, ചില പാർട്ടികൾക്കും. അവർ വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കും. പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്നുള്ളൊരു പഴമൊഴി അന്വർത്ഥമാക്കിക്കൊണ്ട് പല ആളുകൾക്കും വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ കോൺഗ്രസ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നേരിടാൻ പര്യാപ്തമായ ഒരു മുന്നണിയല്ല. 241 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയാണ് ശ്രീ അനിൽ ബോസ്. അതുവഴി വേണമെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ NDA സർക്കാരിനെ താഴെ ഇറക്കാൻ പോലും കഴിയുന്ന ഒരു ശക്തിയാണ് അത്. പക്ഷേ ഇവിടെ കാണുന്നത് അതല്ല. താങ്കൾ പറഞ്ഞ പോലെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നുള്ള പഴമൊഴി സത്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അദാനി വിഷയത്തിൽ മറ്റു പാർട്ടികൾ എതിർപ്പ് പറയുകയാണ്. അവർക്ക് ആ വിഷയം ഉന്നയിക്കുവാൻ താല്പര്യമില്ല. അദാനി വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കോൺഗ്രസ് പാർലമെന്റിൽ ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അതിൻ്റെ അർത്ഥം ഇന്ത്യ മുന്നണിയിൽ യോജിപ്പില്ല എന്നത് തന്നെയാണല്ലോ. അത് വെറുമൊരു തർക്കമല്ല, അത് പൊട്ടിത്തെറിയിലേക്ക് പോകാവുന്ന ഒന്നാണ്. അല്ലല്ല, ഒന്നുമല്ല. അങ്ങനെ ന്യൂസ് 18-നോ അല്ലെ BJPക്കോ BJPയുടെ സ്തുതിപാഠകർക്കോ അങ്ങനെ ചില താല്പര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഇന്ത്യ സഖ്യത്തിലെ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഒന്നും സംഭവിക്കാനില്ല. ഒരു കാര്യവും സംഭവിക്കാനില്ല. മമതാ ബാനർജിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലെന്നേ നിങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. മമതാ ബാനർജിയുടെ പിൻബലത്തിലല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നാമത്തെ പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്ക് അവകാശപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്ഥാനമൊന്നും ഇന്ത്യ സഖ്യത്തിൽ ആരേതെങ്കിലും കൺവീനർ ആകുമോ വൈസ് ചെയർമാൻ ആകുമോ ചെയർമാൻ ആകുമോ ഒന്നും ചെയ്താലൊന്നും രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടമാകില്ല. അത് ആദ്യം മഞ്ജുഷ മനസ്സിലാക്കി. കോൺഗ്രസ് പാർട്ടിക്ക് എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടിയല്ല ഇന്ത്യ സഖ്യത്തിൽ അടി നടക്കുന്നത്. അവിടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളതാണ്. അതാണല്ലോ മമത പറഞ്ഞ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. ഉടനെ പിന്തുണയുമായി ഇറങ്ങി വന്നത് ആരൊക്കെയാണ്? ശരത് പവാർ, ലാലു പ്രസാദ് യാദവ്, അഖിലേഷ് യാദവ്, ഉദ്ധവ് താക്കറെ, ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്ന നാഷണൽ കോൺഫറൻസ് ഒക്കെ അത്തരം കാര്യം പറഞ്ഞില്ല. പിന്നെ DMKയുടെ പിന്തുണ കോൺഗ്രസിന് കിട്ടി. മമത ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയൊന്നുമല്ല, തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ ഭരിക്കുവാൻ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിരിക്കുവാൻ യോഗ്യർ എന്ന് DMK പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ബാക്കി ഒട്ടുമിക്ക പാർട്ടികളും കോൺഗ്രസിന് എതിരാണിപ്പോൾ. അതിലൊരു കാര്യം കൂടിയുണ്ട് ശ്രീ അനിൽ ബോസ്, അതിനും കൂടി മറുപടി പറഞ്ഞോളൂ. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, ഫ്ലോർ മാനേജ്മെന്റിലുള്ള കോൺഗ്രസിന്റെ പരാജയം. പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഞെളിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ MP-മാരാണ്, മറ്റുള്ളവർ ബാക്കിലാണ്. അല്ല, ഒരു കാര്യം ഞാൻ ഈ മോഹൻ വർഗീസിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പറയട്ടെ. BJPക്കെതിരായ പോരാട്ടത്തിൽ, NDAക്കെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി എടുക്കുന്നത് പോലെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടെടുക്കുന്ന ഒരു നേതാവിൻ്റെ പേരൊന്ന് പറഞ്ഞാൽ നിങ്ങൾ. BJPയുമായി സഖ്യമുണ്ടാക്കാതെ തുറന്ന പോരാട്ടത്തിന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ, പാർലമെൻറ്റിൽ നിന്ന് നിയമവിരുദ്ധമായി അയോഗ്യരാക്കപ്പെടുമ്പോൾ, നാട് മുഴുവൻ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കടുകിട പതറി പിന്നോട്ട് പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? കോൺഗ്രസ് പോയിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്ക് സുവ്യക്തമായ നിലപാടാണെന്നേ. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു പോരാട്ടത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇനി ഏതെങ്കിലും ഞങ്ങളുടെ സഖ്യകക്ഷികൾക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യണോ? നിങ്ങളായിക്കോ. വേറിട്ട പ്രത്യയശാസ്ത്രമായി നിൽക്കുന്ന ആളുകൾ പൊതു താല്പര്യത്തിൻ്റെ പേരിൽ ഒരു ഫ്ലോറിലെത്തി. ആ ഫ്ലോറിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നു. ആ തെരഞ്ഞെടുപ്പിൽ നിന്നു നമ്മൾ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോകുന്നു. ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണമുണ്ടോ? കോൺഗ്രസിനേക്കാൾ വലിയ പോരാട്ടം BJPക്കെതിരെ നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മമതയെങ്കിൽ, അല്ലെങ്കിൽ മറ്റു നേതാക്കളെങ്കിൽ അവർ പോരാട്ടം നടത്തിക്കോട്ടെ. ഞങ്ങൾക്ക് അതിന് തർക്കമില്ലല്ലോ അവരുമായിട്ട്. ഞങ്ങൾക്ക് തർക്കമില്ലാന്ന്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്പേസ് ഞങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? 102 പാർലമെന്റ് അംഗങ്ങളുള്ള കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ പോയി ഒരു പാർലമെന്റ് അംഗമുള്ള ഒരു ആളുടെ പുറകെ പോയി ഇരിക്കാൻ പറ്റുമോ? അപ്പം ഞങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ടും വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടും മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അതിന് ഈ ഒരു തെരഞ്ഞെടുപ്പിലല്ല 9 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഒരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വവും അഭിമാനവും അന്തസ്സും നിലനിർത്തിക്കൊണ്ടല്ലാതെ ഒരു കോംപ്രമൈസിന് ഞങ്ങളില്ല. എന്നാൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ പരസ്പരം അംഗീകരിച്ചും വിട്ടുവീഴ്ച ചെയ്തുമാണല്ലോ മുന്നണിക്ക് ഇങ്ങനൊരു രൂപമുണ്ടായത്. ഒരിക്കലും യോജിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ യോജിച്ചാണല്ലോ നിന്നത്. തർക്കമുണ്ടാകുക സ്വാഭാവികം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ, വേറിട്ട പ്രാദേശിക പ്രവർത്തന ശൈലിയുള്ള പാർട്ടികൾ യോജിക്കുമ്പോൾ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടാവും. അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറയുന്ന കീഴ്വഴക്കം കോൺഗ്രസ് പാർട്ടിക്കില്ല. പക്ഷേ അതേസമയം കോൺഗ്രസിന്റെ പാരമ്പര്യം കോൺഗ്രസ് തയ്യാറുമല്ല. അത് ഹരിയാനയിലും സംഭവിച്ചു. ഹരിയാനയിലും ആ ഒരു ആത്മവിശ്വാസമായിരുന്നുവല്ലോ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. തകർന്ന് തരിപ്പണമാവുകയാണ് ഉണ്ടായത്. മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്? മഹാരാഷ്ട്രയിലും വലിയ വിജയം നേടുമെന്ന് മഹാവികാസ് അഘാഡി വഴി കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അവിടെയും തകർന്നുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അഹങ്കാരം കാണിക്കുമ്പോൾ അവിടെ സഖ്യകക്ഷികൾ എതിർപ്പുമായി രംഗത്തെത്തും. അതിൽ സംശയമില്ല. അതിലൊന്നാമത്തേത് മമത വന്നു, ബാക്കിയുള്ളവർ പുറകെ വന്നു എന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഫ്ലോർ മാനേജ്മെന്റിൽ പോലും കോൺഗ്രസ് ഈ പിടിവാശി കാണിക്കുകയായിരുന്നു. മഞ്ജുഷേ, ഒരു തെരഞ്ഞെടുപ്പിന്റെ വിഷയം നമ്മൾ മുന്നണി രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മുന്നണി രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അവിടുത്തെ വോട്ടിംഗ് പോളിംഗിലടക്കം വന്നിട്ടുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ആക്ഷേപമുണ്ട്. ഇന്നത്തെ സംവിധാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നില്ല. അവർ പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് ടൂളായിട്ടാണ്. കോടതികളെ പോലും നോക്കി കുത്തിയാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മൊബൈൽ 100% ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാതെ ഒരു ദിവസം വെച്ചുകൊണ്ടിരുന്നാൽ ചാർജ് കുറയുമോ ഇല്ലയോ? ചാർജ് കുറയുമോ ഇല്ലയോ? സ്വാഭാവികമായി ഒരു വോട്ടിംഗ് യന്ത്രം ഫുൾ ചാർജിൽ പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ വോട്ടെണ്ണുന്ന ദിവസം വരെ ചാർജ് കുറയാതിരിക്കുമോ കുറയുമോ? നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾക്ക് ടെക്നിക്കലായി അതിൻ്റെ അകത്ത് ഞങ്ങൾ റേസ് ചെയ്തിട്ടുള്ള വിഷയമുണ്ടെന്നേ. ഞങ്ങൾക്ക് ഗവൺമെൻറ് ഞങ്ങളുടെ കയ്യിലല്ലാത്തത് കൊണ്ടും സംഘപരിവാർ കൺട്രോളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവർ പറയുന്നത് ശരിയാണ് എന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ മഞ്ജുഷ ശ്രമിച്ചാലും തോൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങളിൽ ആ ഒരു പരാതി ശ്രീ അനിൽ ബോസ് കോൺഗ്രസിനില്ല. അത് മാത്രമല്ല, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ അവിടെ മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞയിൽ നിന്ന് വിട്ടുനിന്നത് മഹാവികാസ് അഘാഡിയുടെ MLA-മാർ. അവിടെയും നിങ്ങളുടെ സഖ്യകക്ഷിയിൽപ്പെട്ട സമാജ്വാദി പാർട്ടിയുടെ അംഗങ്ങൾ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും തർക്കമുണ്ട്. EVM-ന്റെ കാര്യത്തിലും ഇന്ത്യ സഖ്യത്തിൽ തർക്കമുണ്ട്. കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എല്ലാ പാർട്ടികൾക്കും. ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് ജനങ്ങൾ കേൾക്കാനുള്ള അവസരം നിങ്ങൾ തരണം. ഒരു ജനാധിപത്യ മര്യാദയാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ 1000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസമാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നാണോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം? ഒരു ബൂത്തിൽ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു ബൂത്തിൽ ആകെ 1000 വോട്ട്, 800 വോട്ടാണ് പോൾ ചെയ്തതെന്ന് വൈകുന്നേരം പോളിംഗ് ഏജന്റുമാർ കണക്ക് കൊടുക്കുന്നു. എണ്ണുമ്പോൾ 950 വോട്ട് വന്നാൽ അതിൽ തർക്കം ഉണ്ടാകണ്ടേ? തർക്കം പറയണ്ടേ? ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വ്യതിയാനം പറയുന്നു. അത് വ്യക്തമായ തെളിവ് സഹിതം പരാതിയായി ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ എത്തിക്കുന്നു. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ചർച്ച ചെയ്യാൻ, അതിൻ്റെ ജനാധിപത്യ വിരുദ്ധ ചർച്ച ചെയ്യണ്ടേ? ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 1000 വോട്ടുള്ള സ്ഥലത്ത് 800 വോട്ട് പോൾ ചെയ്യുന്നു. ഞങ്ങൾ തോക്കട്ടെന്നേ. 800 വോട്ട് തന്നെയാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ തോക്കട്ടെ, ഞങ്ങൾ ആ തോൽവി അംഗീകരിക്കും. മനസ്സിലായില്ലേ? മറിച്ച് 800 വോട്ട് പോൾ ചെയ്യുന്നു, കണക്കെടുത്ത് ഇറങ്ങി തിരിച്ച് കഴിയുമ്പോൾ വോട്ടെണ്ണാൻ വരുമ്പോൾ അവിടെ 950 വോട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ മാനിപ്പുലേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ പറയില്ലേ? ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ഹർജി കൊടുത്തിട്ടുണ്ടല്ലേ? അതോ ഹർജി ഫയൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു? ഹർജി ഫയൽ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഇന്ന് മാത്രമല്ല. ശരിയാണ്. മഞ്ജുഷ, ഇന്നല്ലെന്നേ ഞങ്ങൾ പോരാട്ടം തുടങ്ങിയത്. ആദ്യത്തെ ഞങ്ങളുടെ പെറ്റീഷൻ ഒറ്റ സെക്കൻഡ് നിങ്ങൾ ചുമ്മാ ചോദിച്ചിട്ട് വേണ്ട. എനിക്കിനി സമയം തന്നില്ലല്ലോ, എനിക്ക് കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സമയം കൊടുത്തു.
ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തോൽവി ഉണ്ടായി. കാരണം ആം ആദ്മിയും കോൺഗ്രസും മത്സരിച്ച് തോൽവി ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയില്ലല്ലോ. പക്ഷെ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് കിട്ടുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കൃത്രിമം നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് അന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ പോയതാണ്. രാജസ്ഥാനിൽ നിന്നുള്ള വനിതാ കോൺഗ്രസ് നേതാവ് പോയതാണ്. പാർട്ടി ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി നിരവധി ആളുകളുടെ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. സുപ്രീം കോടതി ഇലക്ഷൻ ചട്ടം റിഫോം ചെയ്യുന്നതിന്റെ ഭാഗമായി നടക്കുന്ന കേസുകളുടെ വ്യവഹാരം തുടരുന്നു എന്നുള്ളത് കൊണ്ട്, അത് തീർപ്പ് കൽപ്പിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ആക്ഷേപം ശരിയല്ലാതാകുന്നില്ല. കോടതിയാണ്. കോടതിയെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ കോൺഗ്രസ് പാർട്ടിക്കല്ല അധികാരം, മനസ്സിലായിക്കോണം. പക്ഷെ സ്ഥലങ്ങളിൽ ഈ ആക്ഷേപമില്ല എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊരു തീരുമാനമായിട്ടില്ല. പക്ഷേ എതിർപ്പുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന്. അത് എതിർപ്പ് നിങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, മഞ്ജുഷ ഒരൊറ്റ സെക്കൻഡ്. ഞങ്ങൾ 100 സീറ്റിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 50 മുതൽ 1000 വരെയുള്ള വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനടുത്ത് പോയി പറഞ്ഞത് ഇലക്ട്രോണിക് മിഷനെ കുറിച്ചുള്ള ആക്ഷേപമല്ല. ഞങ്ങൾ അവിടെ പറഞ്ഞത് വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ കണക്ക് കാണിക്കുന്നു, ആ വോട്ട് എങ്ങനെ വന്നു എന്നതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആക്ഷേപം. മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ ആക്ഷേപം സമാനമാണ്. എന്നാൽ ഹരിയാനയിൽ അതല്ല ഞങ്ങളുടെ ആക്ഷേപം. ഹരിയാനയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപയോഗിച്ച വോട്ടിംഗ് മിഷനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നിലവിലുള്ളത് ഈ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ എന്നുള്ള കാര്യത്തിൽ അതിൽ തപാൽ വോട്ടുകളാണ് എന്നുള്ള വിശദീകരണം വന്നിരുന്നു അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. അതിനുശേഷം നിങ്ങൾ അതിന് മറുപടി നൽകിയിട്ടില്ല. പിന്നെയുള്ളത് ചാർജിന്റെ കാര്യമാണ്. അതിപ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്നത് ശരി, കോടതി പരിഗണിക്കട്ടെ. ഇതുവരെ കോടതി പരിഗണിച്ച എല്ലാ കേസുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എതിരായിട്ടുള്ള ഒരു വിധി വന്നിട്ടില്ല. അത് കൃത്യമായിട്ട് മാനിപ്പുലേഷൻ തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇല്ല, നമ്മൾ ചർച്ചാ വിഷയം EVM അല്ലല്ലോ. നമ്മുടെ ചർച്ചാ വിഷയം ഇന്ത്യ മുന്നണിയിൽ മുന്നണി രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. താങ്കളിലേക്ക് വരാം. ശ്രീ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വരി അനുവദിക്കുമോ? പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഹരിയാനയിൽ ഞങ്ങൾ റേസ് ചെയ്യുന്ന വിഷയം 13 നിയമസഭാ മണ്ഡലത്തിലെ മിഷനുമായി ബന്ധപ്പെട്ട തർക്കമാണ്. മഹാരാഷ്ട്രയിൽ അതല്ല. ഇന്ത്യൻ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ അതല്ല. അവിടെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ തർക്കം. നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ തെളിയിക്കണം. ഞങ്ങളാണോ തെളിയിക്കേണ്ടത്? ഞങ്ങൾ 11 വർഷമായി ഇന്ത്യയിൽ പ്രതിപക്ഷത്താണ്. കേരളത്തിൽ ഞങ്ങൾ 8 വർഷമായി പ്രതിപക്ഷത്താണ്. ഞങ്ങളാണോ ഈ രാജ്യത്ത് ഭരണം നിയന്ത്രിക്കുന്നത്? ഞങ്ങളാണോ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന പരാതിയിൽ നടപടിയെടുക്കേണ്ടത്? ഞങ്ങൾ പരാതിക്കാരാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയിൽ കൂറുമുന്നണി രൂപപ്പെടുന്നുണ്ടോ എന്നാണ്. പക്ഷേ ശ്രീ അനിൽ ബോസ് പറയുന്നത് അങ്ങനെ ഒന്നും ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അതൊരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോവുകയില്ല. ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് മുൻപും ആ സമയത്തുമൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്ത്യ മുന്നണിക്കെതിരെ പറഞ്ഞിരുന്നത്. പക്ഷേ വിജയത്തിന് തൊട്ടടുത്ത് വന്നാണ് ഇന്ത്യ മുന്നണി അന്ന് കുഴഞ്ഞു വീണത്. 241 സീറ്റുകൾ എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ തർക്കങ്ങളൊന്നും ഒന്നുമല്ല എന്നാണ്. അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ്. മാത്രമല്ല കോൺഗ്രസിന് അക്കാര്യത്തിലൊരു കൂടുതൽ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ ഒരു മേധാവിത്വമുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കോൺഗ്രസ് തന്നെയായിരിക്കും. അതേ സമയത്ത് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനം അലങ്കരിക്കണം എന്നുള്ള നിർബന്ധവും കോൺഗ്രസിനില്ല എന്നാണ്. അല്ല, ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് മഹാരാഷ്ട്രയിൽ ലക്ഷക്കണക്കിന് വോട്ട് കൂടി എന്നാണല്ലോ പറയുന്നത്. 5 ലക്ഷം വോട്ടാണ് കൂടി എന്ന് പറയുന്നത്. അത് തപാൽ വോട്ടുകളാണ്. നമ്മൾ അതിനെക്കുറിച്ച് വലിയ തർക്കത്തിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. 5 ലക്ഷം വോട്ടാണെന്ന് താങ്കളുടെ വാദഗതി അംഗീകരിച്ചാൽ അത് ലക്ഷക്കണക്കിന് വോട്ടല്ലേ? താങ്കളുടെ വാദഗതി അംഗീകരിച്ചാൽ 5 ലക്ഷം വോട്ട് അത് തപാൽ വോട്ടാണെന്ന്. അത് തപാൽ വോട്ടാണ് സാർ. സാർ സാർ അത് മനസ്സിലാക്കി തരാം സാർ. 5 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് തപാൽ വോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. EVMലെ വോട്ടും തപാൽ വോട്ടും കൂടെ ചേർത്തുള്ള വോട്ട് വരുമ്പോൾ ഇത് കറക്റ്റാകും എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി പോലും അത് അങ്ങനെയല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അതല്ല തർക്കം. നമ്മുടെ കാര്യം ഇന്ത്യ സഖ്യമാണ്.
അല്ല, അദ്ദേഹം ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ഞങ്ങൾ പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ നടപടി പ്രതീക്ഷിച്ച് പോസിറ്റീവായ ആക്ഷൻ പ്രതീക്ഷിച്ച് ഞങ്ങളുടെ പരാതി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കോടതി പറഞ്ഞെന്താ? ആയിക്കോട്ടെ, സുപ്രീം കോടതി ഞാൻ പറയട്ടെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നേ. കോടതിയിൽ പെറ്റീഷൻ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ പരാമർശങ്ങൾ ഉണ്ടാകും. അതല്ലല്ലോ കോടതി വിധി എന്ന് പറയുന്നത്. കോടതി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും. ഒരു വിഷയത്തിൽ കോൺഗ്രസിനുള്ള മാക്സിമം സമയം കൊടുക്ക്, എന്നിട്ട് ചർച്ച ചെയ്യാം. അല്ലെ പിന്നെ പുള്ളി എന്റെ കാര്യത്തിൽ എന്റെ ഇതിൽ കയറി ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്നോട് ഇടയ്ക്ക് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്റർഫിയർ ചെയ്തത്. ഞാൻ ഇന്റർഫിയർ ചെയ്തില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ടാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് പരാതിയുണ്ടോ, നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഇടപെട്ടതാണ്. ചോദിച്ചില്ല ഇടപെടത്തില്ല. ഈ 5 ലക്ഷം വോട്ട് കൂടിയത് തപാൽ വോട്ടാണ് എന്ന് പറഞ്ഞതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി ചോദ്യം വേണ്ട, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജിജി വിശ്വസിക്കുന്നില്ല. കൃത്യമായ നിലപാടുണ്ട്. ശരി അപ്പൊ ശരി, ഓക്കെ. സോ ഈ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിൽ ജയിക്കുമ്പോൾ അത് EVM അടിപൊളി. മഹാരാഷ്ട്ര ഞങ്ങൾ ജാർഖണ്ഡിൽ തോക്കുമ്പോൾ അടിപൊളി. അതുപോലെ ഞങ്ങള് ജമ്മു കാശ്മീരിൽ ഞങ്ങൾക്ക് സീറ്റുകൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരാതി കൊടുക്കണം. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞോട്ടെ, ഇത് എന്റെ സമയം. ബിജെപിയുടെ ഏതെങ്കിലും ഒരു ബിജെപിയുടെ ഒരു ബൂത്ത് പ്രസിഡന്റെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏതെങ്കിലും ചർച്ചയിലോ ഉദ്യോഗസ്ഥ തലത്തിലോ പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ പരാതിക്കാരല്ലെന്നേ, നിങ്ങൾ പരാതി കൊടുത്തിട്ടില്ലെന്നേ. ചർച്ചയിൽ വന്നിരുന്നു തന്നെ പറയാം. അനിൽ ബോസ് EVM വിഷയത്തിൽ തന്നെ പറയാം. കോൺഗ്രസ് ജയിക്കുന്ന സമയത്ത് EVM മെഷീനുകൾക്ക് ഒരു കുഴപ്പവുമില്ല, തോൽക്കുന്ന സമയത്ത് മാത്രം കുഴപ്പം. ഞാൻ പറഞ്ഞു. ശരി ജിജി തുടർന്നോളൂ. വേറെ കാര്യമാണ്, ഞങ്ങൾ പരാതി കൊടുത്തെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ എന്റെ ഞങ്ങൾ പരാതി കൊടുത്തു, ഞങ്ങൾ EVM-ൽ പരാതി ഞങ്ങൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അല്ല, പറയട്ടെ ഞങ്ങൾ തോറ്റിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ആക്ഷേപമില്ലെന്നേ. ഞങ്ങൾക്ക് റിയാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തോൽക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും തോൽവി ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നിരുപാധികം ജയിക്കുന്നവരെ അംഗീകരിച്ചിട്ടുണ്ട്. കൃത്യമായ ഡോക്യുമെന്ററി എവിഡൻസ് ഉള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ തർക്കം ഉന്നയിക്കുന്നത്. ഹരിയാനയിലെ 90 സീറ്റിൽ ഞങ്ങൾ തർക്കം പറഞ്ഞില്ലല്ലോ. 13 സീറ്റിലാണ് തർക്കം പറഞ്ഞത്. അല്ലെ, 13 സീറ്റിൽ വളരെ കൃത്യമായ വോട്ടിംഗ് പാറ്റേണിലെ വ്യത്യാസവും മിഷന്റെ ചാർജ് ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ ഇഷ്യൂ ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ടെന്ന്. അത് 13 സീറ്റിലാണ്. 90 സീറ്റിൽ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ ബോധ്യമായിട്ടില്ല കേട്ടോ. എസ്പിക്കൊന്നും അത് ബോധ്യമായിട്ട് പോലുമില്ല മഹാരാഷ്ട്രയിൽ. ശരി, അല്ല, അത് ബോധ്യമാകണമെങ്കിൽ പരാതിക്ക് പരിശോധന നടക്കണം. അല്ല, നിങ്ങളുടെ സഖ്യകക്ഷികളുടെ കാര്യമാണ് പറഞ്ഞത്, ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് പറഞ്ഞത്. നടക്കുമ്പോഴല്ലേ ബോധ്യപ്പെടുന്നത്. ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് പറഞ്ഞത്, കോടതിയുടെ കാര്യമല്ല. ശരി ജിജി, അത് നിങ്ങൾ ഈ വിഷയത്തിൽ അല്ല, നിങ്ങൾ കോൺഗ്രസിന് ഡിഫൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾ ചർച്ചയിൽ ഇല്ലാത്ത വാദഗതികൾ ഉന്നയിക്കുമ്പോൾ ഞാൻ ഇടപെടും, ഞാൻ സംസാരിക്കും. മനസ്സിലായില്ലേ? ഇന്ത്യ സഖ്യം പറയുമ്പോൾ ഇന്ത്യ സഖ്യം പറ, ഞാൻ കേട്ടിരിക്കും. ശരി, ഞാൻ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യമാണ് ചോദിച്ചത്, താങ്കൾ അപ്പോൾ EVM-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശരി ജിജി. ഈ ഷിഫ്റ്റ് ചെയ്തല്ല, ഞങ്ങൾ യോജിച്ചതും ജിജി പറയട്ടെ, താങ്കൾക്ക് ആവശ്യത്തിന് കൂടുതൽ സമയം നൽകി. ഓക്കെ, ഇനി സമയം തന്നില്ലേലും കുഴപ്പമില്ല. ഇടപെടേണ്ടി വന്നാൽ ഇടപെടത്തേ ഉള്ളൂ. അല്ല, അങ്ങനെ ഇടപെടാനാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ കൊടുത്തോ. കാരണം നമ്മളൊരു കാര്യവും നമ്മളൊരു വാദഗതിയും പറയുന്ന സമയത്ത് എല്ലാത്തിനും ഉത്തരം പറയണ്ട. എന്നോട് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എന്റെ വിനീതമായ ഉത്തരവല്ല. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. നിങ്ങൾ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇടപെട്ട് മറുപടി പറയും. ചോദിച്ചില്ലേ മറുപടി പറയത്തില്ല. ശരി ജിജി, ചോദിക്കേണ്ട, പറഞ്ഞോളൂ. അനിലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹം ഈ ചോദിച്ചാൽ നിങ്ങളുടെ സമയത്ത് ചോദിച്ചാൽ മതി. അത് നിങ്ങളുടെ സമയത്ത് ചോദിച്ചാൽ മതി. ശരി, അല്ല ജിജി പറഞ്ഞോളൂ. അത് നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ മതി, അല്ലാതെ പറയണ്ട.
എന്റെ സമയത്ത് എന്നോടുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. ചർച്ചയിൽ പങ്കെടുക്കുന്ന താങ്കൾ എന്നോട് നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇടപെടും. അതിന് തർക്കമൊന്നും വേണ്ട. എന്നോട് ചോദിച്ചാൽ ഞാൻ ഇടപെടും. അതിന് ചോദിക്കുന്നില്ല. ജിജി പറഞ്ഞു ഇടപെടാൻ പറ്റില്ല. എന്റെ സമയത്ത് ഇടപെടാൻ പറ്റില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ ഇടപെടും. എനിക്ക് തന്നിരിക്കുന്ന ചോദിച്ചാൽ ഞാൻ ഇടപെടും. അല്ല, ചോദ്യങ്ങൾ ചർച്ചയിലുണ്ടാവും. അങ്ങനെ 5 ചോദ്യം വന്ന ചോദ്യങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയാൽ മറുപടി പറയും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. എന്റെ അവസരങ്ങൾ തീർച്ചയായും അത് നിങ്ങൾ ജിജി അദ്ദേഹത്തിന് വാദം പറയട്ടെ. അനിൽ ബോസ്, താങ്കൾ ആദ്യമായിട്ടൊന്നുമല്ലോ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കൂ. ഇന്ത്യ മുന്നണി അഭിപ്രായ വ്യത്യാസം കാരണം ആടി ഉലയുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അനിൽ ബോസ് താങ്കൾ പ്രതിരോധത്തിലാണ്. താങ്കൾക്ക് വിഷയം കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് അല്ലല്ലോ ഒരാളെ ചർച്ചയിൽ ഒന്നും മിണ്ടാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് ആക്കരുത്. അത് ശരിയല്ല. അദ്ദേഹം പറയട്ടെ എന്നിട്ട് താങ്കൾക്ക് ഉത്തരം പറയാമല്ലോ. അനിൽ അല്ല, അദ്ദേഹം സംസാരിച്ചോട്ടെ. എനിക്ക് അദ്ദേഹം സംസാരിക്കും, താങ്കൾ മിണ്ടാതിരിക്കൂ. ജിജി പറയൂ. ആയിക്കോട്ടെ. എന്നോട് ഉപചോദ്യം ചോദിച്ചത് കൊണ്ടാണ് താങ്കൾ ഞാൻ താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ എന്താണ് പറഞ്ഞത്? ഇടയ്ക്ക് കയറി ചോദിക്കരുത് എന്നാണ്. ഇടയ്ക്ക് കയറി ചോദിക്കുണ്ടാകും ശ്രീ അനിൽ ബോസ്. അതിന് മറുപടിയും താങ്കൾ പറഞ്ഞിട്ടില്ല. ഇടപെടൽ ശരിയല്ല. സമയം തരണം, അത്രേ ഉള്ളൂ. അത് തരും. ജിജി മറുപടി പറയൂ. സമയം പോകാൻ വേണ്ടിയാണ് താങ്കൾ ഈ പറയുന്നത് എനിക്കറിയാനിൽ. ജിജി പറയാവുന്ന രീതി പറയാമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ചർച്ച കണ്ടോ. ഒരു രക്ഷയില്ല. ഈ സഖ്യം തകർന്ന് പണ്ടാറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. എവിടെയാ എന്നിട്ട് മുന്നോട്ട് ഞങ്ങൾ പോകുമെന്നാ പറഞ്ഞേ. ആം ആദ്മി പാർട്ടി ഇപ്പൊ പറഞ്ഞെന്താ? ഡൽഹിയിലെ ഇലക്ഷന് ഞങ്ങൾ സഖ്യമില്ല എന്നല്ലേ പറഞ്ഞേ. ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞാൽ ഞങ്ങൾ വളരെ സൂപ്പറായിട്ട് ഇനിയും മുമ്പോട്ട് പോകുന്ന പറഞ്ഞേ. ഈ ഘടകകക്ഷികളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവർക്ക് ആർക്കും ജയിക്കണമെങ്കിൽ കോൺഗ്രസിന് സഹായം വേണ്ട. എന്നാൽ കോൺഗ്രസ് അടക്കി വാഴുകയും ചെയ്യും. അവര് ഒരു BJPക്കെതിരെ ഒരു ശക്തി ഉണ്ടാവട്ടെ എന്നോർത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്ത് കോൺഗ്രസ് അല്ല, സഖ്യകക്ഷികളാണ് വിട്ടുവീഴ്ച ചെയ്തത്. അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്ര സീറ്റൊന്നും കിട്ടില്ല. ആരുടെ തോളത്ത് കയറി ഇരുന്നിട്ടാണ് UP-യിൽ ഇത്ര സീറ്റ് കിട്ടിയത്? SP-യുടെ തോളത്ത് കയറി ഇരുന്നിട്ടല്ലേ കിട്ടിയേ? മമതാ ബാനർജിക്ക് ഇവരുടെ ആവശ്യമുണ്ടോ? ഇവിടെ ആം ആദ്മിക്ക് ഇവരുടെ ആവശ്യമുണ്ടോ? ജമ്മു കാശ്മീരിൽ ഇവരുടെ ആവശ്യമുണ്ടോ? തമിഴ്നാട്ടിൽ ഇവരുടെ ആവശ്യമുണ്ടോ? ഒരു സ്ഥലത്തും ഇവരുടെ ആവശ്യമില്ല. ഇനി കേരളത്തിലെടുത്തോ. കേരളത്തില് ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ജയിക്കുന്നവരാണ് കേരള കോൺഗ്രസ്, അതുപോലെ RSP, CMB ഇങ്ങനത്തെ പാർട്ടികളൊക്കെ. ലീഗിന് ഇവരുടെ ആവശ്യമുണ്ടോ? ഇവർക്ക് കോൺഗ്രസ് കേരളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇതില്ലെന്നേ. ഈ പാർട്ടി ഇല്ലെന്നേ. ഈ പാർട്ടി ഒരു മൂടുപടം പോലെ ഇങ്ങനെ കിടക്കുന്നു മാത്രമല്ല. ഞങ്ങള് ഈ ലോക്സഭ ഇലക്ഷനിൽ ഞങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടായി. 99 സീറ്റ് കിട്ടിയവർക്ക് എന്തായിരുന്നു? അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഓരോരുത്തർ തോളത്ത് കയറിയിരുന്നാണ് ഈ കോൺഗ്രസ് സീറ്റ് മേടിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് സീറ്റ് കിട്ടില്ല. പിന്നെ ഇന്ത്യ സഖ്യം ആദ്യം കേരളത്തിൽ ഈ ഇന്ത്യയിൽ പൊളിക്കാമെന്ന് തീരുമാനിച്ചത് CPM. അവര് പ്രധാനമന്ത്രിയാക്കിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ അവർ തന്നെ മത്സരിച്ചു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ കോൺഗ്രസ്? എല്ലായിടത്തും ഇത് തന്നെ. തെരഞ്ഞെടുപ്പിന് ശേഷം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒറ്റക്കെട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 241 എന്നുള്ളത് ചെറിയതല്ല. 400 സീറ്റുകൾ നേടുമെന്ന് വീമ്പ് പറഞ്ഞ മുന്നണിക്കെതിരെയാണ് മോദി അതായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ നിന്നാണ് 241 സീറ്റുകൾ നേടി തൊട്ടടുത്തെത്തുവാൻ സാധിച്ചത്. അതിനെ കുറിച്ച് കാണാൻ പറ്റുകയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനത്തെ ഒരു കാരണവശാലും കുറച്ച് കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇതൊന്നും കുറച്ച് കാണുന്നില്ലെന്നേ. ഞങ്ങൾ ആ പഠനത്തിൽ നിന്ന് ഉൾക്കൊണ്ട് പാർട്ടി പിന്നെയും പ്രവർത്തിക്കാന്നേ.
നമ്മൾ സാധാരണ SLC തോറ്റ കുട്ടി ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കുന്ന പോലെ ഞങ്ങൾ വീണ്ടും ഈ ഗോതയിൽ തന്നെ നിൽക്കുകയെന്നേ, ജനങ്ങൾക്കിടയിൽ നിൽക്കുക. അങ്ങനെയല്ലേ ഞങ്ങൾ ഹരിയാന പിടിച്ചത്, മഹാരാഷ്ട്ര പിടിച്ചത്. എന്തായിരുന്നു മഹാരാഷ്ട്രയില് ഇവരുടെ സഖ്യവരാ ശിവസേന എന്താ പറയുന്നത്? തർക്കമന്ദിരം പൊളിച്ചത് ഞങ്ങളെന്നാ പറയുന്നത് അല്ലേ? അപ്പൊ ഇവർക്ക് ഇതുമായിട്ട് ഒന്ന് യോജിച്ച് പോകാവുന്ന ഒരു കക്ഷികളല്ല ഇവിടെ ഉള്ളത്. അപ്പൊ ഈ കക്ഷികള് ഒരു കാരണവശാലും ഈ സഖ്യം മുന്നോട്ട് പോകില്ല. ഞങ്ങൾക്കിത് നന്നായിട്ടറിയാം. പിന്നെ ബീഹാറിൽ ചെന്ന അവരുടെ ലാലു പ്രസാദ് യാദവിന്റെ കൊച്ചുമക്കളുടെ കരുണയുണ്ടെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടും. മത്സരിക്കാൻ, ജയിക്കുന്ന നിർബന്ധമൊന്നുമില്ല, മത്സരിക്കാൻ സീറ്റ് കിട്ടും. അല്ലാതെ ഒരു സാധനവും കിട്ടില്ല. അതുകൊണ്ട് ഈ പാർട്ടി എന്ന് പറയുന്നത് നയിക്കാൻ കൊള്ളാത്ത പാർട്ടിയായി മാറി. 5ാമത്തെ തലമുറയാണ് ഈ നെഹ്റു, ഇന്ദിര, രാജീവ്, സോണിയ, അത് കഴിഞ്ഞിട്ടുള്ള രാഹുൽ, ഇങ്ങനെ 5ാമത്തെ തലമുറയാണ്. ഇത് ജനങ്ങൾ സഹിക്കുന്നില്ല. ഇവർക്ക് വോട്ട് ചെയ്യാത്ത അതുകൊണ്ടാണെന്നേ. എന്നിട്ട് UP-യിൽ ജയിക്കുമ്പോൾ അവർ വളരെ UP-യിൽ നരേന്ദ്രമോദി ഇത്ര വോട്ടിന് പിന്നിലാണ്. ആഹാ, EVM എന്ത് നല്ല EVM. UP-യിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഞങ്ങൾ വിജയക്കൊടി പാറിച്ചു. തോറ്റാൽ അപ്പൊ EVM-ന് ആകെ പ്രശ്നമായി. ഇത് പറച്ചിലല്ലേ ഇവർ സ്ഥിരം പരിപാടി. ആദ്യം എണ്ണുമ്പോ EVM-ൽ വരുന്ന വോട്ടെണ്ണും, അത് കഴിഞ്ഞ് പോസ്റ്റലോട്ട് എണ്ണും. അപ്പൊ പോസ്റ്റലോട്ട് വേറെയാണ്, അത് ഇതുവരെ ചെയ്യാത്ത വോട്ടാണ് എന്നൊക്കെ പറയുന്ന പാർട്ടിയോട് നമുക്ക് എന്ത് ശരി ശ്രീ ജിജി ജോസഫ്, ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ശ്രീ അനിൽ ബോസ് ഇവിടെ പറഞ്ഞ മറുപടി താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. തകർന്നു പോയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേ കാര്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതാണ്. ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, അത് താൽക്കാലികമായി രൂപപ്പെട്ടു വന്ന ഒരു സഖ്യമാണ്, അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഓരോ പാർട്ടിക്കും അവരവരുടെ സംസ്ഥാനങ്ങളിൽ അവരവരുടെ നിലനിൽപ്പ് നോക്കേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോഴും അതേ കാര്യങ്ങൾ തന്നെ പറയുകയാണല്ലോ. അന്ന് പക്ഷേ വിജയം കണ്ട ഒരു സഖ്യമായിരുന്നു ഇന്ത്യ സഖ്യം. ഇപ്പോഴും അതേ കാര്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അതാത് സംസ്ഥാനങ്ങളിൽ അവർക്ക് മേധാവിത്വം ഉറപ്പിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനാകട്ടെ പാർലമെന്റിൽ അവർ അപ്രമാദിത്വം വിട്ടുകൊടുക്കുകയുമില്ല. അവർക്ക് തന്നെ ഫ്ലോർ മാനേജ്മെൻറ്റ് അനുസരിച്ച് അവർക്ക് മുന്നിൽ തന്നെ ഇരിക്കണം, മറ്റുള്ളവരെ കൂടെ ഇരുത്തുന്നില്ല, അങ്ങനെ മറ്റു പാർട്ടികളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നു. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ്. ശ്രീ മഞ്ജുഷ്, യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നത്തെ ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് എങ്ങനെ ഉണ്ടായി? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ദർ ഇസ് എ ആൻറ്റി ഇൻകംബൻസി സ്പേസ് ഇൻ ഇന്ത്യ. ആൻറ്റി ഇൻകംബൻസി സ്പേസ്, ആൻറ്റി BJP സ്പേസ് ഉണ്ട്. ഒരു BJP ഇതര ഒരു സ്പേസ് ഇന്ത്യയിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ സ്പേസിലേക്ക് പരമാവധി ഐക്യത്തോടുകൂടി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക്, അതായത് BJP ഇതര അല്ലെങ്കിൽ NDA ഇതര, ഇന്ത്യ മുന്നണി പോകട്ടെ, NDA ഇതര കക്ഷികൾക്ക് പരമാവധി ഒരുമിച്ച് നിൽക്കാമെങ്കിൽ പരമാവധി വോട്ടുകൾ സ്വാംശീകരിക്കാം. അതവർ ഭംഗിയായി ചെയ്തു. അതുകൊണ്ടാണ് 241 എന്ന സാമാന്യം തരക്കേടില്ലാത്ത ആരോഗ്യപരമായ ഒരു ഫിഗർ കിട്ടിയത്. പക്ഷേ നോക്കൂ, ഇവിടെ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഒരു ഐക്യത്തോടെ പോകേണ്ട ഇന്ത്യ മുന്നണി സെപ്പറേറ്റ് അജണ്ടകളുമായി ഓരോ പാർട്ടി നീങ്ങുകയാണ്. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ പ്രമേയ ചർച്ചയ്ക്കെടുക്കാനായി ലോക്സഭയിൽ ആഗ്രഹിച്ചത് ഏത് വിഷയമാണ്? സംഭാൽ വിഷയമാണ്. അതൊരു മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മുസ്ലിം ആരാധനാലയത്തിലേക്ക് മറ്റ് ചില അവകാശങ്ങൾ വരുന്നു, സർവേ വരുന്നു. തീർച്ചയായും മുലായം സിംഗ് യാദവിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം യാദവ് വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ ഫിയേഴ്സ്ലി ഡിഫെൻഡ് ചെയ്യാനുള്ള ചുമതലയുണ്ട്. ആ ചർച്ച വരേണ്ടത് സമാജ്വാദി പാർട്ടിയുടെ ആവശ്യമാണ്. കോൺഗ്രസിന് അത്ര വലിയ ആവശ്യമില്ല. അവരൊരു പാൻ ഇന്ത്യ ലെവലിൽ മുസ്ലിങ്ങളുടെ സംരക്ഷണം അവരും പറയുന്നു. ഇവിടെ മുസ്ലിം സംരക്ഷണത്തിൽ തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ആരാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷകൻ എന്ന ഒരു ചക്രത്തി പോരാട്ടം പാരലായി നടക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ വിഷയം അന്താരാഷ്ട്ര വിഷയമാണ് എടുക്കേണ്ടത്. അദനി അമേരിക്കൻ വ്യവസ്ഥയിൽ അദനി കുറ്റക്കാരനാണ്, ശിക്ഷിക്കപ്പെടണമെന്നാണ് പറയുന്നത്. അവനക്കെതിരെ കേസുണ്ട് അമേരിക്കയിൽ. അദനി വിഷയം സംസാരിക്കണം. ഒരു സഖ്യകക്ഷിയും കോൺഗ്രസിൻ്റെ ഈ ആവശ്യത്തോടൊപ്പം നിന്നില്ല എന്നത് ആണ് വാസ്തവം. അതിന് വിഷയം സംസാരിക്കണം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഹാസ് ടു കൺവിൻസ് ഇറ്റ്സ് അലയൻസ് പാർട്ട്നേഴ്സ് അബൌട്ട് ദ നീഡ് ടു ബ്രിങ് ദാറ്റ് ഇഷ്യൂ ഫോർ ഡിസ്കഷൻ. അത് നടന്നില്ല. അതുപോലെ മമതയുടെ താല്പര്യം എന്താ? മമതയുടെ താല്പര്യം ബംഗ്ലാദേശിൽ നിന്നും
ബംഗ്ലാദേശിലെ വിഷയത്തിൽ ഉഗ്രമായ ചർച്ച നടക്കണം എന്നത് മമതാ ബാനർജിയുടെ ആവശ്യം. തമിഴ്നാട്ടിൻ്റെ DMKയുടെ ആവശ്യം അവിടുത്തെ റീജിയണൽ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, പേമാരി, നാശനഷ്ടങ്ങൾ അത് വേണം സംസാരിക്കാൻ. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊന്ന് ചർച്ച ചെയ്ത് ഒരു പ്രയോറിറ്റി അനുസരിച്ച് തീരുമാനിക്കണ്ടേ? നമുക്ക് ആദ്യം ഇന്ന വിഷയമെടുക്കാം. ആ രീതിയിൽ പോലും ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കിതിനകത്ത് ഒരു സജഷനുണ്ട്. എൻ്റെ ഒരു സജഷൻ, ഇത് ആരും കാര്യമായി ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഒരു ചിന്ത ഒന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്തോട്ടെ. ഞാനൊരു സ്വതന്ത്ര നിരീക്ഷകനാണെന്നാണല്ലോ പിന്നെ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആ രീതിയിൽ കണ്ടാൽ മതി. ഒരു പാർട്ടിക്ക് അനുകൂലവും പ്രതികൂലമല്ല. ഇവിടെ മുൻപ് VP സിംഗിൻ്റെ കാലത്ത്, VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നാഷണൽ ഫ്രണ്ട്, ലെഫ്റ്റ് ഫ്രണ്ട് ഒരു കോയലീഷൻ ഉണ്ടായിരുന്നു. ആ ദേശീയ മുന്നണി എന്ന് പറയുമ്പോൾ അന്നത്തെ ജനതാദളും ചില പ്രാദേശിക കക്ഷികളും ചേർന്നാണ് ദേശീയ മുന്നണി, നാഷണൽ ഫ്രണ്ട്. അതിനോടൊപ്പം ചേരാതെ തന്നെ പുറത്തു നിന്നുകൊണ്ട് ലെഫ്റ്റ് ഫ്രണ്ട്, CPM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നിങ്ങനെയുള്ള ഇടത് കക്ഷികൾ, ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും സ്വാധീനമുള്ള ഇടത് കക്ഷികൾ ഒരു ഫ്രണ്ടായിട്ട് നിന്നു. ഇന്ന് 3 ഫ്രണ്ടിൻ്റെ ഒരു സാധ്യതയാണ് കാണുന്നത്. ഒന്ന്, കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും റീജിയണൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് മുന്നണി എന്ന് വേണമെങ്കിൽ പറയാം. 2, ഒരു ഫെഡറൽ മുന്നണിയാണ്. അത് കോൺഗ്രസ് ഇല്ല, മറിച്ച് സമാജ്വാദി പാർട്ടിയും ഒരു പക്ഷേ ബഹുജൻ സമാജ് പാർട്ടിയെ കൂടെ വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാം. അത് ഉത്തർപ്രദേശിൽ സാധ്യമല്ലാത്തതുകൊണ്ട് അവർ മാറി നിൽക്കട്ടെ. അതുപോലെ തൃണമൂൽ കോൺഗ്രസും NCPയും ഉദ്ധവ് സേനയും അതുപോലെ RJDയും തമിഴ്നാട്ടിലെ DMKയും എല്ലാം ചേർന്ന വിശാലമായ ഒരു ഫെഡറൽ ഫ്രണ്ട്. ആ ഫെഡറൽ ഫ്രണ്ടിന് വേണമെങ്കിൽ മമതാ ബാനർജിയെ അല്ലെങ്കിൽ അഖിലേഷ് യാദവിനെ അല്ലെങ്കിൽ MK സ്റ്റാലിനെ കൺവീനറായി, ചെയർമാനായി, ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കാം. അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലല്ല. 3ാമത്തേത് ഇടത് മുന്നണിയാണ്. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഇപ്പോഴും അവശിഷ്ടമുള്ള, കേരളത്തിൽ സാമാന്യം പ്രമുഖമായ മുന്നണിയും എന്നാൽ മറ്റിടങ്ങളിൽ ശോഷിച്ചെങ്കിലും അവശേഷിപ്പുള്ളതുമായ ഇടത് കക്ഷികൾക്ക് ഒരു 3ാമത്തെ സഖ്യം. ഇത് 3നും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ തെരഞ്ഞെടുപ്പുകൾക്ക് നേരിടാൻ സീറ്റ് ഷെയറിങ്ങിന് വേണ്ടി സമീപിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ BJP ഇതര സ്പേസിനെ ഒരുമിച്ച് നിർത്താൻ കഴിയും. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം വരുമ്പോൾ നിയമമായിട്ട് പോകും. പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ ഏത് വ്യക്തിക്കാണോ പരമാവധി, അത് കക്ഷിയുടെ നേതാവല്ല, ഏത് വ്യക്തിക്കാണോ പരമാവധി പാർലമെന്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന സഖ്യത്തിൽ ഒരു കുറുമുന്നണിക്കുള്ള സാധ്യതയുള്ളൂ. 2 കുറുമുന്നണി, ഒരു കോൺഗ്രസിന്റെ ഒരു മുന്നണിയും, അതായത് കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് എന്ന് വേണമെങ്കിൽ കൂട്ടാം. അതോടൊപ്പം തന്നെ ഫെഡറൽ കുറുമുന്നണിയും ഇടത് കുറുമുന്നണിയും കോൺഗ്രസിനോടൊപ്പം ടാക്ടിക്കൽ അലയൻസിൽ ചേർന്ന് നിൽക്കാമെന്നല്ലാതെ ഇന്ത്യ സഖ്യമെന്ന ഒരൊറ്റ സഖ്യത്തിൽ ഒരു നേതാവ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, എല്ലാവരും ചർച്ച ചെയ്യും, അതാകെ വഷളാവുകയും ചെയ്യും. ഇല്ല, അത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത് കൂടുതൽ വഷളാകും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിനല്ലാതെ മറ്റ് പ്രാദേശിക പാർട്ടിയിൽ ആർക്കെങ്കിലും ഈ ഇന്ത്യ മുന്നണിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസവും വേണ്ട. കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ആ മുന്നണിയെ നയിക്കുവാൻ. അല്ല, മമത വിചാരിച്ചാൽ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ആക്സിസ് വേണം. ഒരു കാര്യം കറങ്ങണമെങ്കിൽ ഒരു അച്ചുതണ്ട് ആവശ്യമാണ്. ആ അച്ചുതണ്ട് എന്നത് തീർച്ചയായും കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. കാരണം ഇപ്പോഴും പാൻ ഇന്ത്യ പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. മറ്റ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഓൾ ഇന്ത്യ ആകുമോ? ഓൾ ഇന്ത്യ അണ്ണാ DMK എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ ആകുമോ? RJDക്ക് എവിടെയെങ്കിലും കേരളത്തിൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ ആകുമോ? NCPക്ക് ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാലും മഹാരാഷ്ട്രയല്ലേ പ്രധാനം? എങ്ങനെയാണ് സമാജ്വാദി പാർട്ടിക്ക് കേരളത്തിൽ പിന്നെ വേരുകളുണ്ടാകാം, പക്ഷേ അത് ഉത്തർപ്രദേശ് പാർട്ടി തന്നെയല്ലേ? അതുകൊണ്ട് റീജിയണൽ പാർട്ടിക്ക് ഒരിക്കലും, അത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു അച്ചുതണ്ടാകാനൊക്കില്ല. കോൺഗ്രസ് തന്നെ നയിക്കും ഇന്ത്യ സഖ്യത്തെ എന്നുള്ളത് ചില MPമാർ അത് അഭിപ്രായപ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി താങ്കൾ പറഞ്ഞതിന് ശേഷം ശ്രീ അനിൽ ബോസിലേക്ക് പോകാം. ഉദ്ധവ് താക്കറെയുടെ കാര്യം. ഉദ്ധവ് താക്കറെയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ മഹാവികാസ് അഘാഡി എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യ സഖ്യം തന്നെയാണ്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിൽ നിന്ന് SP പോന്നിരിക്കുകയാണ്. അതായത് നേരത്തെ ജിജി ഇവിടെ പറഞ്ഞതുപോലെ ബാബറി മസ്ജിദ് വിഷയത്തിൽ ഉദ്ധവ് താക്കറെ എടുത്തിരിക്കുന്ന നിലപാട്, അത് എന്ന് പറയുമ്പോൾ തീവ്ര ഹിന്ദുത്വ നിലപാടാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ശിവസേനയ്ക്ക് കഴിയുകയുമില്ല. അല്ല, പുള്ളി മായാൻ പറ്റില്ലല്ലോ. ശിവസേനയുടെ USP എന്താണ്? മഹാരാഷ്ട്രവാദം, മറാഠവാദം, മുംബൈ ഫോർ മുംബൈക്കേഴ്സ്, അത് പ്രാദേശികവാദമാണ്. അതോടൊപ്പം തന്നെ സാംസ്കാരിക ദേശീയത, അത് BJP ഉയർത്തുന്ന ഏതാണ്ട് സമാനമായ സാംസ്കാരിക ദേശീയതയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശിവസേനയുടെ നാച്ചുറൽ അലൈ, അത് ഉദ്ധവ് സേനയാകട്ടെ, ഷിൻഡെ സേനയാകട്ടെ, അല്ല എങ്കിൽ മറ്റേ ഏത് സേനയുമായിക്കൊള്ളട്ടെ,
നാച്ചുറൽ അലൈ BJP തന്നെയാണ്. അപ്പം നാച്ചുറൽ അലൈ കൂട്ടം വിട്ടതിന് ശേഷം ഇന്ത്യ മുന്നണിയിൽ ചേരുമ്പോൾ അവരുടെ DNA-ക്ക് മാറ്റമുണ്ടാകുന്നില്ല. എത്രത്തോളം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ശിവസേനയുടെ DNA അങ്ങനെ തന്നെ തുടരും. അതൊരിക്കലും സമാജ്വാദി പാർട്ടിയുടെ DNA തികച്ചും വ്യത്യസ്തമാണ്. അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു യാദവ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. ഒരു MY കോമ്പിനേഷൻ. ഒരിക്കലും ഈ രണ്ട് കക്ഷികൾ ചേരില്ല. പരസ്പരം ടർഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാത്തിടത്തോളം കാലം അതത് സംസ്ഥാനത്ത് നിലനിൽക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ വരുമ്പോൾ ഒരു വിഷയം, ഉദാഹരണത്തിന് സംഭാൽ വിഷയം എടുക്കുമ്പോൾ രണ്ട് കക്ഷികളുടെ നിലപാട് ഒരുപക്ഷെ വ്യത്യസ്തമാകും. ആ നിലപാടിനെ അയൺ ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോർമുല വർക്കൗട്ട് ചെയ്യാൻ സാധിക്കണം. അതിനു മുമ്പ് ഒരു വിഷയം കൂടി, ഈ സംഭാൽ വിഷയത്തിലും ഒറ്റയ്ക്ക് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ആരാണ് നോക്കിയത്? കോൺഗ്രസ് ആണ്. അവിടെ അഖിലേഷ് യാദവ് പറഞ്ഞതാണ് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോകാമെന്ന്. പക്ഷേ രാഹുൽ അങ്ങനെയല്ലല്ലോ. അങ്ങനെ പോയാൽ രാഹുൽ ഗാന്ധി പോയി. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി സംഭാലിലേക്കുള്ള യാത്ര, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം കൂടി വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ സംഭാലിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആരാ ചെയ്യേണ്ടത്? സംഭാലിലേക്ക് യാത്ര പോകേണ്ടത് അഖിലേഷ് യാദവാണ്. ഇടതും വലതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിൽക്കണം. അതായിരുന്നത്. കാരണം അവിടുത്തെ സീനിയർ പാർട്ണർ തീർച്ചയായും ഉത്തർപ്രദേശിലെ, പൊളിറ്റിക്കലി സ്പീക്കിംഗ്, യാഥാർത്ഥ്യമനുസരിച്ച് ഉത്തർപ്രദേശിലെ സീനിയർ പാർട്ണർ സമാജ്വാദി പാർട്ടിയാണ്. നിസ്സംശയം പറയാം. അത് ഏത് പാർട്ടിക്കാണോ അവിടെ പ്രാധാന്യം കോൺഗ്രസ് അംഗീകരിക്കില്ല. ഒരുമിച്ച് പോകാമെന്ന്. ശരി, ശ്രീ അനിൽ ബോസ്, കുറുമുന്നണി എന്നുള്ള ഒരു സ്കോപ്പ് മാത്രമേ ഇന്ത്യ സഖ്യത്തിൽ ഉള്ളൂ. ശ്രീ മോഹൻ വർഗീസിന്റെ ആ നിരീക്ഷണത്തിന് താങ്കളുടെ മറുപടി? അല്ല, മോഹൻ വർഗീസിൻ്റെ ഈ തലച്ചോറ് മമതയൊക്കെ കാണാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്റ്റ് ഉള്ള ആളാണ്, പലവട്ടം ചർച്ചയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ഇതൊക്കെ നമുക്ക് നേരം പോക്ക് ഉള്ള സമയത്ത് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കണ്ടില്ലേ, അദ്ദേഹം തന്നെ തുടങ്ങിയത് എവിടെ, നിർത്തിയത് എവിടെ? നിങ്ങളത് സാഹൂതം ശ്രദ്ധിച്ചു. അദ്ദേഹം ആദ്യം പറഞ്ഞത് കോൺഗ്രസ് അഹങ്കാരമാണ്, കോൺഗ്രസ്സിന് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്ത് അവസാനം നിർത്തിയപ്പോൾ എവിടെ എത്തി? കോൺഗ്രസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, കോൺഗ്രസ് തന്നെ ലീഡർഷിപ്പ് നിൽക്കും. ഇത് രണ്ടും ഒരാൾ തന്നെയാണ് ഇരുന്ന് പറയുന്നത് ചർച്ചയിൽ. ഇത് രണ്ടും ഒരാളാണെന്നേ പറയുന്നത്. പിന്നെ ഇവിടെ കോൺഗ്രസ് മുന്നണി സഖ്യത്തിൽ നിൽക്കുന്നു, ഞങ്ങളെല്ലാവരുടെയും ബലത്തിൽ ആ ആളുകളുടെ പുറത്ത് കയറിയിരിക്കുകയാണെന്നാണ് BJPയുടെ പ്രതിനിധി ഇവിടെ ആക്ഷേപം ഉന്നയിച്ചത്. ഇവിടെ നരേന്ദ്രമോദി ഇരിക്കുന്ന വല്ലവൻ്റെ പുറത്ത് കയറിയാന്ന്. ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരുന്ന പഴയ, അത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം, കഴിഞ്ഞ BJP ഗവൺമെൻറ് സമയത്ത് NDAയുടെ കൺവീനറായിരുന്ന ആൾ ഇന്ത്യ സഖ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം വരെ. അതിനുശേഷമാണ് അദ്ദേഹം അങ്ങോട്ട് ചെന്നത്. അദ്ദേഹത്തിൻ്റെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും തോളത്ത് കയറിയാണ് ഇരിക്കുന്നത്. നാളെ രാവിലെ അവരൊന്ന് പിൻവലിച്ചാൽ അപ്പം പോവും താഴെ പറയാണ്. അപ്പോൾ പുറത്ത് കയറിയിരിക്കുന്നതിൻ്റെ മഹിമയൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോരണ്ട. അതൊന്ന്. പിന്നെ ഞങ്ങൾ, രാഹുൽ ഗാന്ധി മത്സരിച്ചു വയനാട്ടിൽ, പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു, LDFും UDFും മത്സരമായിരുന്നതേ. ഞങ്ങളൊരു സഖ്യമല്ലേ ദേശീയ തലത്തിൽ? ഞങ്ങൾ ആ സഖ്യം ഉള്ളപ്പോൾ തന്നെയല്ലേ ഞങ്ങൾ മത്സരിച്ചത്? പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഞങ്ങൾ നേർക്കുനേർ മത്സരിക്കുന്ന ഒരേ മുന്നണിയായി ദേശീയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്താണ്. ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. ഞങ്ങൾ മമതാ ബാനർജിക്കെതിരെയല്ലേ ഞങ്ങൾ ബംഗാളിൽ മത്സരിച്ചത്? മമതാ ബാനർജിക്കെതിരെയാണേ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞങ്ങൾ മത്സരിച്ചത്. അതിനെന്താ തർക്കം? അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി പ്രാദേശികമായി നിലനിന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് പുതിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ പോലും നേർക്കുനേർ മത്സരിച്ചിട്ടുള്ള CPM, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, അതെല്ലാം കൂടി ദേശീയ തലത്തിൽ പൊതുവായൊരു ധാരയിൽ നിന്നു. ഞങ്ങൾ പൊതുവായൊരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് തന്നെയാണ് പോയത്. കോൺഗ്രസ്സിന് അന്ധമായ ആഗ്രഹമൊന്നുമില്ല ഞങ്ങൾ ഈ മുന്നണിയെ നയിക്കണം, ഞങ്ങൾ മാത്രമാണ് പ്രമാണിമാർ, ഞങ്ങൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നവരാണെന്ന്. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ ഇവിടെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആയത്. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല അദ്ദേഹം മുഖ്യമന്ത്രി ആവുമോ? നിങ്ങൾ പറയാം ശരത് പവാർ മമതയെ അംഗീകരിക്കുന്നു. എന്നിട്ട് മമത കോൺഗ്രസ് പാർട്ടിയെ ഒരിക്കലും അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ട് പാർട്ടി വിട്ടുപോയ ആളല്ലേ. പിന്നീട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അംഗീകരിച്ചില്ലേ? സോണിയാഗാന്ധിയുമായിട്ട് ചർച്ച നടത്തിയില്ലേ? രാഹുൽ ഗാന്ധിയുമായി വേദി പങ്കിട്ടില്ലേ? ഞങ്ങൾ ഒന്നിച്ചൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ലേ? എന്തിനാണ് ശരത് പവാർ NCP ഉണ്ടാക്കിയത്? സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെ ചലഞ്ച് ചെയ്തുകൊണ്ടുണ്ടായ പാർട്ടിയാണ് NCP. ആ NCP എന്ന് പറയുന്ന പാർട്ടി അതേ സോണിയാഗാന്ധി UPയുടെ ചെയർപേഴ്സൺ ആയതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായി കൂടെ നിന്നില്ലേ? ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെ ചലഞ്ച് ചെയ്ത് രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടിയായ NCP ആണെങ്കിലും, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ചലഞ്ച് ചെയ്ത് പാർട്ടി ഉണ്ടാക്കിയ മമതാ ബാനർജി ആണെങ്കിലും, അവരൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അക്സെപ്റ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുണ്ടെന്നേ. അവർ സ്വീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ജനാധിപത്യത്തിൽ അത് ഉണ്ടാവണം.
ജനാധിപത്യത്തിൽ അതുണ്ടാവണം. പിന്നെ വിഷയപരിഗണന മുന്നണി യോഗം കൂടി തീരുമാനിക്കേണ്ടതിൽ കൃത്യമായ കൺസൾട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുത്തു പോകുന്നത്. പിന്നെ ചില വിഷയങ്ങൾ ചില പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞങ്ങൾ ഒരു പാർട്ടി അല്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അല്ലെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ കൃത്യമായിട്ട് ആ ചിത്രം വ്യക്തമാണല്ലോ. അതാണ് കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ കൂടി ഉന്നയിക്കണമെന്നാണ് മറ്റു പാർട്ടികളുടെ ആവശ്യം. പക്ഷേ കോൺഗ്രസ് അതിനോട് യോജിക്കുന്നില്ല. ഓരോ ദിവസവും ഈ തർക്കം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതാണ് NDAക്കെതിരെ കൃത്യമായിട്ടും യോജിച്ചു നിന്നാൽ മാത്രമേ വരും സമയങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ അടിച്ചു പിരിയാനാണെങ്കിൽ അതിൻ്റെ ഇതേ ഉള്ളൂ. ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള നീക്കത്തിൽ യോജിപ്പ് കാണുന്നുമുണ്ട്. ശരി അനിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് കൺവിൻസിംഗ് ആയി മറുപടി പറയേണ്ടത്? ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികൾ എന്നുള്ളതിൽ വയനാട്ടിൽ തമ്മിൽ മത്സരിച്ചതല്ലേ LDFും UDFും? പച്ചക്കല്ലേ ഞാൻ പറയുന്നത്? വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കണോ? ബംഗാളിൽ മമതയും ഞങ്ങളും തമ്മിലല്ലേ മത്സരിച്ചത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പഞ്ചാബിൽ പിന്നെ ആം ആദ്മിയും ഞങ്ങളും തമ്മിലല്ലേ മത്സരിച്ചത് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ പോലും? ഞങ്ങൾ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു, അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ ശത്രുക്കളാകുന്നത്? നിങ്ങൾക്ക് എന്താ തലയ്ക്കകത്ത് കയറാത്തത്? അങ്ങനെയാണെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ല. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ പേപ്പറിലുള്ള ഒരു പ്രതിപക്ഷം മാത്രമേ ഇന്ത്യയിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ പേപ്പറിലുള്ള അല്ലല്ല ഒരു കൂട്ടം പാർട്ടികളെ ചേർത്ത് വെച്ചുള്ള പേപ്പറിലുള്ള ഒരു കണക്ക് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന 241 എന്നുള്ളത്. അവർക്ക് ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിന്റെ നിലപാടുകളെ തിരുത്തിക്കുവാനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീ അനിൽ ബോസ്, ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ദിവസേന ഈ അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ ഈ പ്രതിപക്ഷം എന്നുള്ളത് വെറും കടലാസിലാണ്, സംശയമില്ലല്ലോ. അല്ലെന്നേ, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളും വ്യത്യസ്തമായ വ്യക്തിത്വവും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ പാർട്ടികളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ ആ പാർട്ടിക്ക് അവകാശമുണ്ട്. അത് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊയിലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ യോജിക്കുന്ന അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ 28 പാർട്ടികളുള്ള മുന്നണിയാണോ അവിയൽ മുന്നണി? 38 പാർട്ടികളുള്ള മുന്നണിയാണോ അവിയൽ? അതൊന്ന് പറഞ്ഞു. 38 പാർട്ടികളുള്ള മുന്നണിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം വരത്തില്ല. അല്ല, ഇപ്പോൾ പ്രതിപക്ഷത്തല്ലായിരുന്നു അഭിപ്രായ വ്യത്യാസം വരേണ്ടത്, ഭരണപക്ഷത്തായിരുന്നു അല്ലേ? അത് പ്രതീക്ഷിച്ചതുമാണ്, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അതല്ല മഞ്ജുഷ, അവിടെയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. അവിടെ 3 പാർട്ടികളുടെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല. അവർക്ക് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും അവരുടെ താല്പര്യങ്ങൾ നോക്കിയാൽ മതി. ആന്ധ്രയുടെ സംസ്ഥാനത്ത് ചന്ദ്രബാബു നായിഡുവിന്റെ താല്പര്യം നോക്കി മാത്രമേ BJP പ്രവർത്തിക്കുന്നുള്ളൂ. നിതീഷ് കുമാറിന്റെ താല്പര്യം മാത്രമാണ് ബീഹാറിൽ നോക്കുന്നത്. മറ്റ് കക്ഷികളുടെ പിൻബലം അവർക്ക് വേണ്ടെന്ന്, അവർ പിണങ്ങിയാലും പ്രശ്നമില്ലാന്ന്. അപ്പൊ എന്ത് ചെയ്യും? ചെറിയ കക്ഷികളുടെ അഭിപ്രായങ്ങൾ മേൽപാർട്ടി, അതായത് മുന്നിൽ നിൽക്കുന്ന പാർട്ടി കേൾക്കുന്നില്ലെങ്കിൽ ഭരണത്തിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ഓരം പറ്റി നിൽക്കാൻ അവരാഗ്രഹിക്കും. അധികാരം ഉള്ളിടത്ത് നിൽക്കാനല്ലേ ചെറു പാർട്ടികൾ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവരത് സ്വീകരിക്കാനും ഇത് അംഗീകരിക്കാനും അവർ ബാധ്യസ്ഥരായി മാറുകയാണ്. നിവൃത്തിയില്ലായ്മയാണ്. ഇവിടെ നിതീഷ് കുമാർ പറയുന്നതിനെല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും സറണ്ടർ ചെയ്യുന്നു. ചന്ദ്രബാബു നായിഡു പറയുന്നതെല്ലാം സറണ്ടർ ചെയ്യുന്നു. നാളെ അവർ പറയുന്ന ഡിമാൻഡിനെ ഒന്ന് എതിർത്ത് നോക്കട്ടെ. അത് ശരിയാണ്. പക്ഷേ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കേണ്ടത് ആരായിരുന്നു? പ്രതിപക്ഷ മുന്നണിയായിരുന്നു. തുടക്ക സമയത്ത് അങ്ങനെയുള്ള അവകാശവാദങ്ങളുണ്ടായിരുന്നു. ഭരണം ചലിച്ചു തുടങ്ങട്ടെ, അത് കഴിയുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നാണ്. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും NDA സർക്കാരിനെ താഴെ ഇറക്കാമെന്നുള്ള ആത്മവിശ്വാസം പോലും ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ പരസ്യമായ അവകാശവാദം അല്ലായിരുന്നു എങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആളുകൾ പോയില്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്താൻ ഇതിൽ കൂടുതൽ എന്താ? വീണ്ടും നിങ്ങൾ ഇത് പറയുന്നതിൽ എന്താ യുക്തി? അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നതിന്റെ യുക്തി എന്താ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ അടിച്ച് മത്സരിച്ചവരാണല്ലോ പൊതു തെരഞ്ഞെടുപ്പിൽ പോലും. എന്താ നിങ്ങൾക്ക് അത് മനസ്സിലാകാത്ത? ഞങ്ങൾ രണ്ടായി നിന്ന് മത്സരിച്ച പാർട്ടികൾ ഞങ്ങൾ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അതെങ്ങനെയാ പ്രധാന? സമയം പോയി. അതുകൊണ്ടാണ് ശ്രീ ജിജി ജോസഫ് ഇപ്പോഴും NDA സർക്കാരിനെ താഴെ ഇറക്കുവാനുള്ള പ്രാപ്തി
ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതാണ് ശ്രീ അനിൽ ബോസിന്റെ അവകാശവാദം. 100% ശരി, ഈ കാലാവധി പൂർത്തിയാക്കാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല. മറുപടി പറയാൻ ഒരു അവസരം കൊടുക്കണം. നിങ്ങൾ wait and see the play. ശരി, നമുക്ക് Wait കാത്തിരുന്ന് and see കാണാം. the ശ്രീ play. ജിജി ജോസഫിന് പറയുവാനുള്ള അവസരം അനിൽ കൊടുക്കണം. ശരി ജിജി. അല്ല സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. അദ്ദേഹം ആവശ്യത്തിലധികം സ്വപ്നം കണ്ടോട്ടെ. കഴിഞ്ഞ 29-30 വർഷമായിട്ട് കോൺഗ്രസിന്റെ വോട്ടിംഗ് നിലയം അവർക്ക് സീറ്റ് കിട്ടുന്നൊന്ന് പരിശോധിച്ച് നോക്കണം. UPA ഭരണകാലത്ത് പോലും രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലും 29 വർഷമായിട്ട് കോൺഗ്രസ് താഴത്തേക്കാ, കോൺഗ്രസ് മുകളിലേക്കൊന്നുമില്ല. പിന്നെ താൽക്കാലികമായിട്ട് ഈ ആളുകളെല്ലാം ഒത്തുകൂടി ഒന്ന് നോക്കി നടക്കില്ല എന്ന് കണ്ടു, അവരെല്ലാവരും പിരിഞ്ഞു പോവുക. അപ്പോഴും ഇവരുടെ അടുത്ത സ്വപ്നമാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാം എന്ന് കാണുന്ന അതേ സ്വപ്നം തന്നെയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുള്ള സ്വപ്നവും. ചെറു പാർട്ടികൾ അധികാരത്തിന്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞാൽ അത് നിങ്ങളുടെ മുന്നണിക്കും ബാധകമല്ലേ, ഞങ്ങളുടെ മുന്നണിക്ക് മാത്രമല്ല ബാധകമുള്ളൂ, നിങ്ങളുടെ മുന്നണിക്കും ബാധകമല്ലേ, നിങ്ങളുടെ മുന്നണിയിലുള്ള ആളുകൾക്കും ബാധകമല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങളും കരുതി വെച്ചേക്കണം. ഇവര് പറയുന്നത് ഞങ്ങള് ചന്ദ്രബാബു നായിഡുവിന്റെയും അല്ല, അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങൾക്ക് അധികാരം ഉണ്ടല്ലോ. അധികാരം ഉള്ളപ്പോ ഇവരെ ചെറുമുന്നണികളെ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്ന നിർബന്ധമുണ്ടോ? അതില്ലല്ലോ. അങ്ങോട്ടും വരാലോ, ഇങ്ങോട്ട് മാത്രമല്ലോ അങ്ങോട്ടും വരാലോ. പിന്നെ സ്വപ്നം കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കേരളത്തിലെ ഒരു കാര്യം ഓർക്കണം. കേരളത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയോടെ പറയുന്നത് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ലീഗ് പിറ്റേ ദിവസം ഒരു അഭിപ്രായം മാറ്റി പറഞ്ഞാൽ മിണ്ടാതിരിക്കുകയല്ല, ഞാൻ പണ്ഡിതനല്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനല്ലാതെ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുനമ്പം വിഷയത്തിൽ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞ്? നിങ്ങൾ പറഞ്ഞ ഇത് വക്കഫ് അല്ല, വക്കഫ് ഭൂമിയല്ല എന്നൊക്കെ വന്ന് ഗീർവാണം അടിച്ചിട്ട് പോയതാണല്ലോ നിങ്ങളുടെ VD സതീശൻ. ഇപ്പൊ പുള്ളി പറഞ്ഞ ഞാൻ മതപണ്ഡിതനല്ല, എനിക്ക് മനസ്സിലായില്ല, അതെല്ലാം പഠിക്കട്ടെ. ലീഗിന്റെ ആളുകൾ കുഞ്ഞാലിക്കുട്ടി ഒരു അഭിപ്രായം പറയുന്നു, തങ്ങൾ വേറൊരു അഭിപ്രായം പറയുന്നു. പക്ഷെ അവരിലെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം തീവ്രവാദി ശക്തികളുടെ പിൻബലത്തോടു കൂടിയുള്ള ഒരു അഭിപ്രായം വരുന്നു. ആ അഭിപ്രായത്തിന്റെ പിന്നിൽ അവർ അണിനിരന്നു. അതിനുശേഷം കോൺഗ്രസ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആരെ തോളത്തിറങ്ങി നിങ്ങൾ താഴത്തെ ഒറ്റയ്ക്ക് നിൽക്കുക ഈ പറയുന്നത്? കേരളത്തിൽ പോലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് നിങ്ങൾ ഓൾ ഇന്ത്യയിൽ ഞങ്ങള് മറ്റേ നരേന്ദ്രമോദിയും അമിത്ഷായും JP നഡ്ഡയൊക്കെ നേതൃത്വം കൊടുക്കുന്ന BJP ചന്ദ്രബാബു നായിഡുവിനെ ഞങ്ങളൊരു തോളത്ത് കയറി നിൽക്കുക എന്ന് പറഞ്ഞു. ഞങ്ങളിത് ഒരുമിച്ച് ഭരിക്കുന്നവരാന്നേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടെന്നേ. നിങ്ങളെപ്പോലെ അല്ലെന്നേ, നിങ്ങളെപ്പോലെ അഹങ്കാരമൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ലെന്നേ. പ്രതിപക്ഷത്തായിട്ട് പോലും അഹങ്കാരം കാണിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ലെന്നേ. ഞങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ആവശ്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ മുന്നണിയായിട്ടിരുന്ന് ചർച്ച ചെയ്യും. ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാനാണ് ഉദ്ദേശം. നിങ്ങൾ ഒരു വിഷയം എടുക്കുന്നതിൽ പോലും മറ്റുള്ള നിങ്ങളുടെ കൂടെയുള്ള ഇന്ത്യ മുന്നിലുള്ള ആളുകളെ നിങ്ങൾക്ക് കൂടെ നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞങ്ങളാണോ? ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചർച്ച സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്തായാലും നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? കോൺഗ്രസിന് കഴിയുമെന്നാണ് 60% പ്രേക്ഷകരുടെയും അഭിപ്രായം. കഴിയില്ല എന്ന് 38%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.